Hi all, welcome to Fast Tutorials. So, today we are going to take BSc Physics, third sem, Computational Physics. അപ്പം നമ്മൾ നോക്കാം എന്താണ് ഈ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്. ആക്ച്വലി ഇത് എന്ന് പറഞ്ഞാൽ പുതിയ ഒരു ഫിസിക്സിന്റെ പേപ്പർ തന്നെയാണ്. സോ ഇത് ഭയങ്കര കൺഫ്യൂസിങ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിലിംഗ് ആയിട്ട് ചെറിയ ചെറിയ ടോപ്പിക് വരെ വല്ലാണ്ട് ഡീറ്റെയിലിംഗ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് എന്നതാണ് നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ദ മെന്റൽ പ്രോസസ് ഓഫ് ലുക്കിംഗ് അറ്റ് എ പ്രോബ്ലം ആൻഡ് ബ്രേക്കിംഗ് ഇറ്റ് ഡൗൺ ഇൻ ടു സ്റ്റെപ്സ് സോ ക്ലിയർ ദാറ്റ് എ പേഴ്സൺ ഓർ എ കമ്പ്യൂട്ടർ ക്യാൻ സോൾവ് ഇറ്റ് എഫക്റ്റീവ്ലി. അതായത് ഈ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു മെന്റൽ പ്രോസസ് ആണ്. എങ്ങനെ? ലുക്കിംഗ് എ പ്രോബ്ലം, ഫസ്റ്റ് നമ്മൾ ഒരു പ്രോബ്ലത്തിലേക്ക് നോക്കുന്നു, ഇനി ഒരു പ്രോബ്ലം നമുക്ക് കിട്ടുന്നു, എന്നിട്ട് ആ പ്രോബ്ലത്തിനെ സ്റ്റെപ്പായിട്ട് നമ്മൾ അതിനെന്താക്കാണ് ബ്രേക്ക് ഡൗൺ ചെയ്യാണ്. ഓക്കെ, ലൈക്ക് നമ്മളിപ്പോ ഒരു വെലോസിറ്റി ഒക്കെ കാണണം എന്ന് വിചാരിച്ചോ, നമ്മൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്താ വെച്ചാല് എന്തൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് നമുക്ക് തന്നത് അതിനെങ്ങനെ സെലക്ട് ചെയ്ത് നമ്മൾ എടുക്കും. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ടുള്ള ഇതിൽ നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ കിട്ടിയിട്ടില്ല, ഇതിൽ നമുക്ക് എന്തെങ്കിലും ചെയ്താൽ എങ്ങനെയെങ്കിലും കാണാൻ പറ്റും, അങ്ങനെ നമ്മൾ ഈ പ്രോബ്ലത്തിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാണ്. Okay, so that clear a person or a computer can solve it effectively. അപ്പം നമ്മൾ ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്കോ ഇനി അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനോ ഇതിനെന്താക്കാം ഭയങ്കര എഫക്റ്റീവ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങിൽ ഇതാ ഫസ്റ്റ് നമ്മൾ ആ പ്രോബ്ലത്തിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, എന്നിട്ട് നമ്മൾ ഡീകമ്പോസ് ചെയ്യണം, അതായത് നമ്മൾ അതിനെ ചെറിയ ചെറിയ പാർട്സ് ആക്കി മാറ്റണം, എന്നിട്ട് നമ്മൾ അതിന് ഒരു എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് അങ്ങനത്തെ ഒരു പാറ്റേൺ നമ്മൾ എന്താക്കണം റെക്കഗ്നൈസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ അബ്സ്ട്രാക്ട് ചെയ്യണം. അബ്സ്ട്രാക്ഷൻ നമ്മളൊരു വേറെ തന്നെ ടോപ്പിക് ഉണ്ട്, അതായത് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. കാരണം ചില സമയത്ത് നമ്മൾ പ്രോബ്ലംസിൽ കൺഫ്യൂസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടാത്ത കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിരിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം. പിന്നെ നമ്മൾ ഒരു ആൽഗോരിതം ഉണ്ടാക്കണം. ആൽഗോരിതം എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് നമ്മൾ ആൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്. Different experts define it in their own ways, but they all agree it involves core skills like problem solving, breaking problems down, and using rules and algorithms. അതായത് ഡിഫറെന്റ് എക്സ്പേർട്സ് എന്താ പറയാ അവരുടേതായ ഒരുപാട് ഡിഫറെന്റ് വേസ് എന്താണ് ഈ ഒരു കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് തന്നെ നൽകിയിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ എന്താണ് അഗ്രി ചെയ്യുന്നത്, ഈ ഒരു കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ അതൊരു ഒരു സ്കില്ലാണ്. എന്തിന്റെ സ്കില്ലാണ്? പ്രോബ്ലം സോൾവിന്റെ, ഇനി അല്ലെങ്കിൽ ഒരു എന്താ പറയാ പ്രോബ്ലത്തിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിന്റെ, പിന്നെ നമ്മൾ അതേപോലെ ഒരുപാട് റൂൾസും ആൽഗോരിതം ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ഈ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് എന്നാണ് എല്ലാവരും പറയുന്നതെങ്കിലും അവർ പല എന്താ പറയാ ഡിഫറെന്റ് ആയിട്ടുള്ള എന്ത് കൊടുത്തിട്ടുണ്ട് ഡെഫിനിഷൻസ് തന്നെ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങിന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻസ് നോക്കിയാലോ. വിങ് എന്താ പറഞ്ഞത്? Thinking through a problem and creating a solution so clearly that a person or machine can actually follow it. എന്താണ്? ഒരു പ്രോബ്ലത്തിനെ നമ്മൾ ചിന്തിക്കുകയാണ്, എന്നിട്ട് നമ്മൾ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാണ്. എങ്ങനെ? ഒരു മനുഷ്യനോ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു മെഷീനോ അതിനെന്താ പറയാ ഭയങ്കര ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ, അതിനെ ക്ലിയർ ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇതാക്കുക. അതിനാണ് നമ്മൾ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് എന്ന് പറയുന്നത്. ഇനി യാദവ് പറയുന്നത് എന്താണ്? The mental steps of breaking down big problems into smaller parts to find solutions that can be automated. അതായത് നമ്മൾ എന്താ പറയാ ഒരു വലിയൊരു പ്രോബ്ലത്തിനെ മെന്റലി നമ്മുടെ മനസ്സിൽ തന്നെ ഇട്ടിട്ട് ചെറിയ പാർട്ടുകളാക്കിയിട്ട് കട്ട് ചെയ്ത് മുറിച്ചിട്ട് നമ്മൾ എന്താക്കാണ് ഒരു മെഷീനോ ഇനി അല്ലെങ്കിൽ ഒരു പേഴ്സണോ പെട്ടെന്ന് സൊല്യൂഷൻസ് ഓട്ടോമാറ്റിക്കലി ഇപ്പൊ നമ്മൾ അത്രയും സിമ്പിളാക്കി ഇപ്പൊ നമ്മൾ വെലോസിറ്റിന്റെ എക്സാമ്പിൾ തന്നെ എടുക്കാന്ന് വിചാരിച്ചോ, നമ്മൾ ഇതിനെ നമ്മൾ കട്ട് ചെയ്ത് അതിന്റെ കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് ഇനിയിപ്പോ നമ്മൾ v=u+at എന്ന് പറഞ്ഞ ഇക്വേഷൻ മാത്രം ജസ്റ്റ് ഇടാനേ ഉള്ളൂ. നമ്മൾ ആ ഇക്വേഷൻ വരെ അവിടെ എഴുതി വെച്ചെന്ന് വിചാരിച്ചോ, പിന്നെ ഏതൊരു വ്യക്തിക്കും അതെന്താണ് u+at അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് നമുക്ക് വെലോസിറ്റി കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ എന്താ പറയാ മെന്റലി ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ആ ഒരു വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയ
ക്വസ്റ്റ്യനെ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ സ്മോളർ പാർട്ട് ആക്കിയിട്ട് ഒരു സൊല്യൂഷൻ പെട്ടെന്ന് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താ പറയുക ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ ആക്കിയെടുക്കുന്നതിനാണ് നമ്മൾ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് എന്നാണ് യാദവ് പറയുന്നത്. ഇനി അടുത്തതാണ് ഫെർബർ. അതെന്താണ് ഫെർബർ പറഞ്ഞത്? സ്പോട്ടിംഗ് ഹൗ തിങ്സ് വർക്ക് ലൈക്ക് എ കമ്പ്യൂട്ടർ ഇൻ ദ റിയൽ വേൾഡ് ആൻഡ് യൂസിങ് കമ്പ്യൂട്ടർ സയൻസ് മെത്തേഡ്സ് ടു മേക്ക് സെൻസ് ഓഫ് സിസ്റ്റംസ് ആൻഡ് പ്രോസസ്സസ്. യഥാർത്ഥ ലോകത്ത് കാര്യങ്ങൾ കമ്പ്യൂട്ടറിനെ പോലെ യുക്തിപരമായി പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുകയും ആ യുക്തി ഉപയോഗിച്ച് കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്ന് കണ്ടെത്തുകയും ചെയ്യുക. ഇതാണ് എന്ത് പറയുന്നത്? ഫെർബർ പറയുന്നത്. ഇനി നമുക്ക് കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങിനെ ഒന്നും കൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ is a problem solving approach that anyone can use. അത് ഒരു എന്താ പറയാ പ്രോബ്ലം സോൾവിങ് അപ്രോച്ച് ആണ്, ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന. It is especially useful when computers or technology are involved in finding solutions. എപ്പോഴാണ് നമ്മൾ അത് യൂസ്ഫുൾ ആവുന്നത്? ഒരു കമ്പ്യൂട്ടറോ ഇനി അല്ലെങ്കിൽ ടെക്നോളജിയോ എന്തിനു ഉപയോഗിക്കുകയാണ്? ഒരു സൊല്യൂഷൻസ് കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന സമയത്ത്. While it naturally belongs to computer science, it has applications in many other fields too. ശരിക്കും ഈ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പ്യൂട്ടർ സയൻസിൽ ഉൾപ്പെടുന്നതാണ്. പക്ഷേ അതിനെന്താ പറയാ ഒരുപാട് അതർ ഫീൽഡ്സിലും നമുക്ക് എന്താക്കാൻ പറ്റും? ഉപയോഗിക്കാൻ പറ്റും. ലൈക്ക് എങ്ങനെയാ വെച്ചാല് നമ്മളിപ്പോ ഈ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒന്നും കൂടി മനസ്സിലാവും എന്തിലൊക്കെയാണ് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, ഈ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് യൂസ് ചെയ്യുന്നത് എന്ന്. ഇനി അടുത്തതാണ് the core concept of these thinking appear across different subjects based on examples from Barr and Stephenson from 2011. അതായത് നമ്മൾ പറഞ്ഞ പോലെ ഈ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങിന്റെ ഈ കോർ കോൺസെപ്റ്റ് നമ്മൾ എന്താണ് ഒരുപാട് സബ്ജക്ട്സിൽ ഒക്കെ നമുക്ക് ഇത് കാണാൻ പറ്റും. ഈ ബേസ്ഡ് ഓൺ എക്സാമ്പിൾസ് ഫ്രം ബാർ ആൻഡ് സ്റ്റീഫൻസൺ ഫ്രം 2011 എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ബാറും സ്റ്റീഫൻസണും എന്താ പറയാ ഈ ഒരു കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞിരുന്നു. അതായത് കിൻഡർ ഗാർഡൻ മുതൽ +2 വരെ ഉള്ള കരിക്കുലത്തില് ഈ ഒരു കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് ഉൾപ്പെടുത്തണം എന്ന് ബാറും പിന്നെ അതേപോലെ സ്റ്റീഫൻസണും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് ഒരു കമ്പ്യൂട്ടർ സയൻസിൽ മാത്രമല്ല ഒരുപാട് ഏരിയാസിൽ ഇതിന്റെ കോൺസെപ്റ്റ് എന്താ പറയാ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സ്റ്റുഡൻറ്റിന്റെ ലേണിംഗ് പ്രോസസ്സിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ തന്നെയാണ് എന്ത് ഈ ഒരു കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് എന്ന് 2011 മുതൽ ആര് പറയുന്നുണ്ട്? ഈ ബാറും സ്റ്റീഫൻസണും പറഞ്ഞിരുന്നു. അതുകൊണ്ട് നമ്മുടെ കരിക്കുലത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ആൽഗോരിതമിക് തിങ്കിങ്. എന്താണ് ഈ ആൽഗോരിതമിക് തിങ്കിങ്? This is the process of designing and applying specific algorithms, a set of rules or instructions to solve problems. അതായത് ആൽഗോരിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്പെസിഫിക് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ റൂൾസ് ഉണ്ടാക്കാണ് ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ അധികം ഇപ്പൊ മാത്സിലൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് കാണാം നമ്മുടെ ഏതൊരു പ്രോബ്ലം എടുത്താലും അത് സോൾവ് ചെയ്യാൻ ഒരുപാട് റൂൾസ് ഉണ്ടാവും. അപ്പൊ ലൈക്ക് നമ്മളിപ്പോ ഈ ഇന്റഗ്രേഷൻ അതിൽ തന്നെ ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ അതിൽ നേരെ നമുക്ക് റിസൾട്ടിൽ എത്താൻ പറ്റൂല. റിസൾട്ടിൽ എത്തണമെങ്കിൽ ഫസ്റ്റ് ഇപ്പോൾ ഒരു ഇന്റഗ്രേഷൻ ആണെങ്കിൽ ഫസ്റ്റ് എന്താ പറയാ നമ്മൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ നമ്മളെടുത്ത് എഴുതണം. അത് എഴുതി കഴിഞ്ഞതിന്റെ ശേഷം ആ ഫംഗ്ഷനെ നമ്മളിപ്പോ അത് ചിലപ്പം ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ടാവുക, ചിലപ്പം അതിനെന്താ പറയാ നമുക്ക് ഡിവൈഡ് ചെയ്യാനുണ്ടാവും, ആ ഫംഗ്ഷനെ മൾട്ടിപ്ലൈ ചെയ്യാനുണ്ടാവും. അതൊക്കെ കണ്ട് നമ്മൾ അതിനൊന്ന് ചെറുതാക്കി നമ്മൾ അതിനെ സെറ്റാക്കി വെക്കും. എന്നിട്ട് നമ്മൾ അതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ എടുക്കുകയാണ്. അങ്ങനെ ഒരു സെറ്റ് ഓഫ് റൂൾസോ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസോ നമ്മൾ കൊടുക്കുകയാണ്. എന്തിന്? ഇപ്പൊ ഒരു കമ്പ്യൂട്ടറിന് ഇപ്പോ ഈ ഒരു ഇന്റഗ്രേഷൻ നമ്മൾ സോൾവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിനോട് എന്ത് ചെയ്യണം? ഇതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഓരോരോ ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. ആ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിനാണ് നമ്മൾ ആൽഗോരിതം എന്ന് പറയുന്നത്. ഇനി ഈ ആൽഗോരിതം നമ്മൾ പല
ഫീൽഡിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്, മാത്തമാറ്റീഷ്യൻസ് യൂസ് ചെയ്യുന്നുണ്ട്, സയന്റിസ്റ്റ് ലൈക്ക് ഫിസിസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അത് പല പല ടേംസിലാണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് എങ്ങനെയാണ് യൂസ് ചെയ്യുക? ഫോർ ദം ഇറ്റ് മീൻസ് റൈറ്റിംഗ് ആൻഡ് അപ്ലൈയിങ് ആക്ച്വൽ കമ്പ്യൂട്ടർ ആൽഗോരിതംസ്. കമ്പ്യൂട്ടർ ആൽഗോരിതംസ് നമുക്ക് കുറച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പം അത് ഒരു കമ്പ്യൂട്ടർ സയന്റിസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ കമ്പ്യൂട്ടർ ആൽഗോരിതം എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റിംഗ് ആൻഡ് അപ്ലൈയിങ് ആക്ച്വൽ കമ്പ്യൂട്ടർ ആൽഗോരിതംസ്. അതായത് നമ്മൾ റൈറ്റ് ചെയ്തിട്ട് എന്താ പറയാ, അപ്ലൈ ചെയ്യാണ് എന്ത്, റിയൽ ആയിട്ടുള്ള കമ്പ്യൂട്ടർ ആൽഗോരിതംസിന്. അതിനാണ് നമ്മൾ കമ്പ്യൂട്ടർ ആൽഗോരിതം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് മാത്തമാറ്റീഷ്യൻസ്. It refers to following step-by-step mathematical procedures such as a long division or carrying over numbers during addition and subtraction. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ എന്താ പറയാ, ഒരു വലിയ ഒരു എന്താ പറയാ ഡിവിഷനോ ഇനി അല്ലെങ്കിൽ വലിയൊരു മൾട്ടിപ്ലിക്കേഷനോ ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്താ പറയുക ചെറിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതിനാക്കുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ മാത്തമാറ്റീഷ്യൻസ് യൂസ് ചെയ്യുന്ന ഈ ആൽഗോരിതമിക് തിങ്കിങ് എന്ന് പറയുന്നത്. ഇനി സയന്റിസ്റ്റ് ലൈക്ക് ഫിസിസ്റ്റ് അവരെന്താ ചെയ്യുന്നത്? A scientist uses algorithmic thinking when following a precise step-by-step procedures to conduct an experiment. ഒരു ഫിസിസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഫസ്റ്റ് അതിന്റെ സെറ്റപ്പ് ഒക്കെ നമ്മൾ റെഡിയാക്കണം, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ആയിട്ടുള്ള ഒരു ഘട്ടം റെഡിയാക്കണം, അതിന് ലാസ്റ്റിലാണ് നമുക്ക് ഒരു റിസൾട്ട് കിട്ടുന്നത്. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു പ്രൊസീജിയറിനാണ് നമ്മൾ സയന്റിസ്റ്റിന്റെ ഇതിൽ നോക്കിയാൽ ആൽഗോരിതമിക് തിങ്കിങ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് നമ്മൾ പറയുന്ന അബ്സ്ട്രാക്ഷൻ. Abstraction is another core concept, but it is not exclusive to computers or coding. It is used across many disciplines. Actually ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ള എന്താ പറയുക ഒരു പോയിന്റ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോകാം. ഫോക്കസിങ് ഓൺ മെയിൻ ഐഡിയ ബൈ ഇഗ്നോറിങ് അൺനെസസറി ഡീറ്റെയിൽസ്. ആക്ച്വലി എന്താ പറയുക, ഈ ടെക്സ്റ്റിൽ പറഞ്ഞ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഡെഫിനിഷൻ കൊടുത്തത് തന്നെ അത് നമ്മൾക്ക് അണ്ടർസ്റ്റാൻഡബിൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഒരു ബൈ ഹാർട്ട് ലേണിംഗിനെക്കാളും നല്ലത് എന്താ പറയുക, എന്താണ് അതിൽ പറയുന്നത് എന്ന് മനസ്സിലാക്കല. അപ്പം എന്താണ് ഈ അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാല്, നമുക്ക് വേണ്ടിയ മെയിൻ ആയിട്ടുള്ള കാര്യത്തിന് നമ്മൾ ഫോക്കസ് ചെയ്യുക. എങ്ങനാ? ബൈ ഇഗ്നോറിങ് അൺനെസസറി ഡീറ്റെയിൽസ്. അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട്. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ്, നമുക്കിപ്പോ എന്താ പറയാ, ഒരു ബസ്സിൽ നമുക്ക് ട്രാവൽ ചെയ്യണം. അതായത് ഇപ്പം ലൈക്ക് കോഴിക്കോടുള്ളവരാണെങ്കിൽ ഇപ്പൊ നമ്മൾക്ക് ടൗണിലേക്കാ പോകേണ്ടത് വിചാരിച്ചോ. ഇപ്പൊ നമ്മൾ ഇപ്പോ എരഞ്ഞിപ്പാലം എന്ന് പറഞ്ഞ ഒരു സ്റ്റോപ്പിലാണ്, നമുക്ക് ടൗണിലേക്കാണ് പോവേണ്ടത്. അപ്പം ഈ എരഞ്ഞിപ്പാലത്തിന്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് ടൗണിലേക്ക് പോവാൻ വേണ്ടാത്തതായിട്ടുള്ളതും അതിലുള്ള അൺനെസസറി ആയിട്ടുള്ള ഒരുപാട് വഴികളും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നടക്കാവുന്ന നമ്മൾക്ക് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വെസ്റ്റിലേക്ക് എത്താൻ പറ്റും. പക്ഷെ നമുക്ക് ആ ഒരു റൂട്ടിൽ പോയാൽ റൂട്ട് ശരിക്കും മാറിപ്പോവാ. അപ്പം നമ്മൾ എന്താ പറയാ, ആ ഒരു റൂട്ടിനെ കൺസിഡർ ചെയ്യാതെ നമുക്ക് ജസ്റ്റ് ബസ്സിൽ കയറിയിട്ട് ഏത് റൂട്ട് പോയാലും നമുക്ക് ടൗണിലെത്തണം, ആ ഒരു റൂട്ടിനെ മാത്രം നമ്മൾ എന്താ പറയാ നോക്കിയിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഹൈവേസ് വരുന്നുണ്ട്, ഒരുപാട് കടകൾ വരുന്നുണ്ട്, ഒരുപാട് ബിൽഡിങ്സ് വരുന്നുണ്ട്. ആക്ച്വലി നമ്മൾ ഒരു ബസ് ട്രാവൽ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏത് ബസ് കയറുന്നു, എവിടെ ഇറങ്ങുന്നു, അതിന്റെ ടിക്കറ്റിന്റെ റേറ്റ് എത്ര, ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ നോട്ട് ചെയ്താൽ മതി. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അൺനെസസറി ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. അപ്പം ആ ഒരു അൺനെസസറി ആയിട്ടുള്ള ഡീറ്റെയിൽസിനെ അവോയ്ഡ് ചെയ്തിട്ട് മെയിൻ ഏരിയനെ മാത്രം ഫോക്കസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത എന്താ വെച്ചാൽ, ഇസ് എ പ്രോബ്ലം സോൾവിംഗ് ടൂൾ. ഇറ്റ് ഹെൽപ്സ് യു ടു സിംപ്ലിഫൈ എ സിറ്റുവേഷൻ ബൈ റിമൂവിംഗ് അൺഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻസ് ആൻഡ് ഫോക്കസിംഗ് ഓൺ വാട്ട് ഈസ് ട്രൂലി ഇമ്പോർട്ടൻറ്റ് ഇൻ എ ഗിവൺ സിറ്റുവേഷൻ. സത്യല്ലേ? ഇപ്പൊ നമ്മളിപ്പോ അവിടെ ഇപ്പൊ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഏരിയയിലുള്ള പീഡിയ, അതിന്റെ ബിൽഡിങ്സ്, കാര്യങ്ങൾ, ഇതൊക്കെ
ഒക്കെ നമ്മൾ നോക്കാൻ നിന്ന് കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയി പോകും. അപ്പൊ ഈ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നമുക്ക് അൺനെസസറി ആയിട്ടുള്ള അൺഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ട്രാവലിങ്ങിന്റെ നമ്മൾ ആ ഒരു സിറ്റുവേഷനെ വളരെ സ്മൂത്ത് ആക്കി തരികയാണ്. അത്തരം ഒരു കേസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം ഓരോ ഫീൽഡിലുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പം ഈ ഒരു അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. ഫസ്റ്റ് നമ്മൾ പറയുന്നത് ലിംഗ്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയാ, ഈ ലാംഗ്വേജ് ആയിട്ട് ഡീൽ ചെയ്യുന്ന ആൾക്കാർ. യൂസ് അബ്സ്ട്രാക്ഷൻ വെൻ ദേ എംപ്ലോയ് മെറ്റഫേഴ്സ്, similes or design stories with multiple potential ending. ലിംഗ്വിസ്റ്റ് എപ്പോഴാണ് നമ്മുടെ അബ്സ്ട്രാക്ഷൻ യൂസ് ചെയ്യുന്നത്? അവര് മെറ്റഫേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത്, ഇനി അല്ലെങ്കിൽ സിമിലീസ് യൂസ് ചെയ്യുന്ന സമയത്ത്, ഇനി അല്ലെങ്കിൽ ഒരു സ്റ്റോറിനെ ഡിസൈൻ ചെയ്യാണ്. എന്തിന്? നമ്മള് ഡിഫറെന്റ് ആയിട്ടുള്ള, ഇപ്പം നമുക്കൊരു സ്റ്റോറിനെ തന്നെ നല്ല ലവിങ് ആയിട്ടുള്ള ഒരു സക്സസ് ആയിട്ടുള്ള എൻഡിങ്ങും കൊടുക്കാൻ, നമുക്ക് ഭയങ്കര ക്രൂവലും ബ്രൂട്ടലും ആയിട്ടുള്ള എൻഡിങ് കൊടുക്കാം. അങ്ങനെ മൾട്ടിപ്പിൾ പൊട്ടൻഷ്യൽ എൻഡിങ്സിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്താ പറയാ ഒരു ലിംഗ്വിസ്റ്റ് യൂസ് ചെയ്യുന്നതാണ്. അതിപ്പോ എങ്ങനെയാ വെച്ചാല്, മെറ്റഫേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, നമ്മള് രണ്ട് കാര്യങ്ങളെ മെറ്റഫേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പയർ ചെയ്യാണ്. അപ്പൊ സത്യം പറഞ്ഞാല് അതിന് എന്താ പറയാ, ഒരുപാട് ലിറ്ററൽ മീനിങ്സ് ഉണ്ടാവും. ലാംഗ്വേജിലായിട്ട് അതിന് ഒരുപാട് മീനിങ്സ് ഉണ്ടാവും. നമുക്ക് പോയതിലൊക്കെ കാണാം, ഷീ ഈസ് ഹാസ് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്ന് പറയാം. അതായത് ആ ഒരു വ്യക്തിനെ നമ്മൾ എന്താണ് ഒരു ഫ്ലവറുമായിട്ട് കമ്പയർ ചെയ്യാണ്. അപ്പൊ ലിറ്ററലി നമുക്ക് എന്താ പറയാ, ഈ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനാണ്, ആൻഡ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പൂവാണ്. രണ്ടും ഡിഫറെന്റ് ആണ്. പക്ഷെ നമ്മൾ ഈ രണ്ട് ഡിഫറെന്റിനും എന്താണ് ഹാസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്താ പറയാ കമ്പയർ ചെയ്യാണ്. അപ്പം രണ്ട് ഡിഫറെന്റ് ആയതിനെ നമ്മളൊരു ക്വാളിറ്റി കൊടുത്തിട്ട് അതിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിനെ നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മളെ ആ ഒരു വ്യക്തിക്ക് നമ്മളൊരു അതിൻ്റെതായ ഒരു ഫീച്ചർ കൊടുക്കുകയാണ്. അങ്ങനെയാണ് ഈ ലിംഗ്വിസ്റ്റിസ്റ്റ് മെറ്റഫേഴ്സിന്റെയും പിന്നെ എന്താ പറയാ സിമിലീസിന്റെയും കേസിൽ എന്താക്കുന്നത്, ഈ ഒരു അബ്സ്ട്രാക്ഷൻ യൂസ് ചെയ്യുന്നത്. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ഇനി സോഷ്യൽ സയന്റിസ്റ്റ് summarize huge amount of information into broad conclusion, which is an act of abstraction. അതായത് നമ്മുടെ എന്താ പറയാ വലിയ ഇൻഫോർമേഷൻസിനെ അവരെ ഭയങ്കര ബ്രോഡ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തിവെക്കാണ്. അതായത് ഇപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യത്തിന് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഒരു നാട്ടിൽ നല്ല തല്ല് നടന്നു. അപ്പൊ അതിന് നമ്മള് തല്ല് നടന്നതിന്റെ ഒരുപാട് ഹ്യൂജ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾ അതിനെ കുറിച്ച് അറിയുന്നു. ഇപ്പൊ ന്യൂസിലാണെങ്കിലും ഇപ്പം അവര് ഫസ്റ്റ് പോയിട്ട് ഒരുപാട് എന്താ പറയാ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ട് അതിന് നമ്മളൊരു ബ്രോഡായിട്ട് കൺക്ലൂഡ് ചെയ്തിട്ടാണ് നമുക്ക് പുറത്തേക്ക് വിടുന്നത്. ലൈക്ക് ദാറ്റ് അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ അതിനെ ആ ഒരു വലിയൊരു കാര്യത്തിന് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് വരികയാണ്. അപ്പം ഇനി നാച്ചുറൽ സയന്റിസ്റ്റ് ലൈക്ക് ഫിസിസ്റ്റ് ഓർ കെമിസ്റ്റ് എന്ന് പറഞ്ഞാൽ യൂസ് ഇറ്റ് വെൻ ബിൽഡിംഗ് എ സിംപ്ലിഫൈഡ് models to represent complex real world physical സിസ്റ്റംസ്. നാച്ചുറൽ സയന്റിസ്റ്റ് എങ്ങനെയാണ് അബ്സ്ട്രാക്ഷൻ യൂസ് ചെയ്യുന്നത് നോക്കാം. അത് എങ്ങനെയാണ് ഇവർ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഫിസിക്സിന്റെ ഒരു തിയറി നോക്കുകയാണെങ്കിൽ, ലൈക്ക് ഗ്രാവിറ്റേഷൻ ഇപ്പൊ നമ്മൾ എടുക്കുകയാണെങ്കിൽ, സത്യം പറഞ്ഞാൽ നമ്മൾ കാണുന്നത് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗുരുത്വാകർഷണ ബലമാണ് നമ്മൾ താഴോട്ട് വീഴുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ സെന്ററിലേക്ക് വലിക്കുന്ന എന്താ പറയാ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ഗ്രാവിറ്റി എന്ന് മാത്രമാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ഈ നമ്മൾ പഠിച്ചിരുന്ന ഈ ഒരു തിയറി എന്ന് പറഞ്ഞാൽ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളെ ഷോർട്ടൺ ചെയ്ത് മനുഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. സത്യം പറഞ്ഞപ്പോ ഒരു ഗ്രാവിറ്റി കാണുന്ന സമയത്ത്, ഇപ്പൊ ഒരു ബോളിന്റെ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാലും നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്ന താഴോട്ട് വീഴുന്ന സമയത്ത് Gm/r² എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇക്വേഷനിൽ നമ്മൾ ജസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. സത്യം പറഞ്ഞാല് റിയൽ ആയിട്ട് നമ്മൾ ഒരു സയന്റിസ്റ്റ് നോക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് വേറെയും ഫാക്ടേഴ്സ് നമ്മൾക്ക് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. പക്ഷേ നമുക്ക് സിംപ്ലിഫൈ ആയിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ എല്ലാ ഫാക്ടേഴ്സും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും ഒഴിവാക്കി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അതിലേക്ക് എത്തിക്കുകയാണ്. റൈറ്റ്?
ഓക്കെ, ഇനി മാത്തമാറ്റീഷ്യൻസിന്റെ കാര്യം നോക്കാം. മാത്തമാറ്റീഷ്യൻസ് അപ്ലൈ ഇറ്റ് വെൻ വർക്കിംഗ് വിത്ത് ആൻ അബ്സ്ട്രാക്ഷൻ കോൺസെപ്റ്റ് ലൈക്ക് ആൾജിബ്ര. അപ്പൊ ആൾജിബ്രന്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, നമ്മൾ പണ്ട് ചെറുപ്പത്തില് ഇതിന്റെ ഒരു ഡെറിവേഷൻ പഠിച്ചിട്ടുണ്ടാകും. എങ്ങനെ നമുക്ക് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ കിട്ടിയെന്ന്. സത്യം പറഞ്ഞാൽ അത് കുറച്ച് കോംപ്ലക്സ് ആണല്ലേ. അപ്പം ആ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് മറപ്പിച്ചിട്ട് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇതും എ കൈൻഡ് ഓഫ് എന്താ പറയാ മാത്തമാറ്റീഷ്യൻസ് യൂസ് ചെയ്യുന്ന അബ്സ്ട്രാക്ഷൻ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് റിയൽ ലൈഫ് എക്സാമ്പിൾസ് ഓഫ് കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് ആണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് ആണ് സ്പീഡ് അപ്പ് കോളേജ് ഗ്രാജുവേഷൻ. കോഴിക്കോടിലെ ഇത് ടെക്സ്റ്റ് ബുക്കിൽ തരുന്ന ഒരു എക്സാമ്പിൾ ആണ്. കോഴിക്കോടിലെ ഒരു കോളേജിൽ നടന്ന ഗ്രാജുവേഷൻ സെറിമണിയിൽ എന്താ പറയാ വളരെ ഇങ്ങനെ മെസ്സി ആയിട്ടായിരുന്നു അത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ചടങ്ങിന്റെ പന്തലിന്റെ അടിയിൽ വല്ലാതെ എന്താണ് ഹീറ്റ് ആവാൻ ഹോട്ട് ആവാനൊക്കെ തുടങ്ങി, ഭയങ്കര ചൂട്. ആ സമയത്ത് പ്രിൻസിപ്പളിന് മനസ്സിലായി ഈ പ്രോഗ്രാം പെട്ടെന്ന് നിർത്തണം, കാരണം ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്, അവരിവിടെ കുറെ നേരം നിന്നാ ടയേർഡ് ആവുന്നു. അപ്പൊ പ്രിൻസിപ്പൾ എന്താക്കി, ഈ പ്രോഗ്രാം വേറൊരു ആൽഗോറിതമിക് സീക്വൻസിൽ നമ്മൾ ചെയ്യാൻ തുടങ്ങി. അതായത് നമ്മളിപ്പോ നോർമലി ചെയ്യുന്ന സമയത്ത് ഓരോരോ ആൾക്കാരെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും അല്ലെ അവർക്ക് കൊടുക്കേണ്ട മൊമെന്റോ ഒക്കെ മെസ്സി ആയിട്ടായിരുന്നു കിടക്കുന്നത്. പിന്നെ ആൾക്കാരെ എന്താ പറയാ വിളിക്കല് ഭയങ്കര മെസ്സി രൂപത്തിലായിരുന്നു. കൈ കിട്ടുന്ന ആ ഒരു മൊമെന്റ് എടുത്തിട്ട് ആളെ പേര് വിളിക്കുകയായിരുന്നു. പിന്നെ അവിടുന്ന് ആൾക്കാർക്ക് വരാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ പ്രിൻസിപ്പൾ എന്ത് ചെയ്തു വെച്ചാൽ എല്ലാവരും ഒരു സീക്വൻസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഫോം ചെയ്യിപ്പിച്ചിട്ട് ഒരു ഓർഡറിൽ മൊമെന്റം ഒക്കെ വെച്ചതിന് ശേഷം അവർ ഓരോരുത്തരായിട്ട് വിളിച്ചിട്ട് ഇത് കൊടുക്കാൻ തുടങ്ങി. സോ ഇത് പെട്ടെന്ന്, കാരണം പഴയതിനെക്കാട്ടും ഒന്നും കൂടി ഫാസ്റ്റ് ആയിട്ട് ഇവർക്ക് ഈ സെറിമണി എന്താക്കാൻ പറ്റി, പൂർത്തീകരിക്കാൻ പറ്റി. ഇതും എന്താ പറയാ ഒരു കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്ങോ ഇനി അല്ലെങ്കിൽ ഒരു ആൽഗോറിതമിക് യൂസോ ആണ് നമ്മൾക്ക് ഇവിടെ കാണുന്നത്. ഇനി നമ്മുടെ പ്രെഡിക്റ്റിംഗ് മൺസൂൺ അതെന്താണ് നെക്സ്റ്റ് എക്സാമ്പിൾ ആണ്. അതെന്താണ്, സയന്റിസ്റ്റ് അറ്റ് തിരുവനന്തപുരം മെറ്റീരിയോളജിക്കൽ സെന്റർ ക്ലൗഡ്സ്, വിൻഡ്, ടെമ്പറേച്ചർ, റെയിൻസ് ഇവയെ കുറിച്ച് ഒരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പൊ നമ്മൾക്കറിയാം, ഇപ്പം ഈ ക്ലൗഡ്സിന്റെയും വിൻഡിന്റെയും ഇതിനൊക്കെ നോക്കുന്ന സമയത്ത് ഡിഫറെന്റ് ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്തിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം. എന്നിട്ട് ഇതിനൊക്കെ നമ്മൾ എന്താ പറയാ ഇപ്പൊ ഒരു ഗ്രാവിറ്റേഷനെ കാണുന്ന സമയത്ത് തന്നെ ഈ ബോൾ ഉണ്ടാവും, ആ ബോൾസിന്റെ ഒക്കെ മാസ് കണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിനു ശേഷം അവസാനം കിട്ടുന്ന നമുക്ക് റിസൾട്ടന്റ് ആണ് ഇത്ര ഗ്രാവിറ്റിയാണ് ഇവിടെ ഉള്ളത് എന്നുള്ള ആ ഒരു മെഷർമെന്റ്. അതേപോലെ തന്നെ നമ്മുടെ ഈ വിൻഡിന്റെയും ടെമ്പറേച്ചറിന്റെയും ക്ലൗഡ്സിന്റെ ഒക്കെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഡിഫറെന്റ് പാരാമീറ്റേഴ്സിന്റെ ഇൻഫർമേഷൻസ് നോക്കിയിട്ട് അതിൽ നിന്നിട്ട് നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ടന്റ് മാത്രമാണ് എത്ര ടെമ്പറേച്ചർ ഉണ്ടാകും, ഇന്ന് മഴ പെയ്യോ, അങ്ങനത്തെ നമ്മുടെ മൺസൂൺ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാല്. അപ്പം പറയുന്നത് എന്താണ്, ഈ ഒരു പ്രഡിക്റ്റിംഗ് മൺസൂണിൽ ഈ സയന്റിസ്റ്റ് യൂസ് ചെയ്യുന്നത് എന്താണ്, ഈ ഒരു അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് അല്ലേ. കാരണം നമ്മുടെ ഒരുപാട് ഇൻഫർമേഷൻസ് ഒഴിവാക്കിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത് ഇവിടെ പ്രഡിക്റ്റിംഗ് നമ്മൾ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ആർക്ക് ഹെൽപ്ഫുൾ ആവുന്നത്, നമ്മുടെ ഇവിടുത്തെ ഫാർമേഴ്സിനും ഒരുപാട് ആൾക്കാർക്ക് യൂസ് ആവുന്നത്. കാരണം കൃഷിന്റെ എന്താണ് അവസ്ഥ, കാലാവസ്ഥ എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയില്ലേ രണ്ട് എക്സാമ്പിൾസ് ഓഫ് അബ്സ്ട്രാക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ആണ് ഫൈൻഡിങ് സോങ്സ് ഫോർ ഗാനമേള. ഒരു ഗാനമേള ഉണ്ടായിരുന്നു, മലപ്പുറത്താണ് നടന്നത്. മലപ്പുറത്ത് നടന്ന ഉത്സവത്തിനിടയിൽ വളരെ മെസ്സി ആയിട്ട് ക്രമീകരിക്കപ്പെട്ട 150 കയ്യെഴുത്ത് പാട്ട് പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഈ ഗാനമേള സംഘത്തിന് 30 സ്പെസിഫൈ ചെയ്തിട്ടുള്ള സോങ്സ് സെലക്ട് ചെയ്യേണ്ടിയിരുന്നു. അപ്പം ആ മെമ്പേഴ്സ് ഒക്കെ എന്താ ചെയ്ത് വെച്ചാൽ ഒരു ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള അപ്രോച്ച് ആയിരുന്നു. അതായത് അവർ ഇതിൽ ഓരോ കവിതയും നോക്കാൻ തുടങ്ങി, പാട്ടും നോക്കാൻ തുടങ്ങി, എന്നിട്ട് അതിൽ നിന്ന് അവരിങ്ങനെ സെലക്ട് ചെയ്യാൻ നിന്നിരുന്നു. ആ സമയത്ത് അതിലുള്ള ഒരു കീബോർഡ് പ്ലെയർ ഉണ്ടായിരുന്നു.
ബൈജു എന്ന് പേരുള്ള അവരെന്താക്കി ആൽഗോരിതം യൂസ് ചെയ്തു. അവർ ഇത് ഫുൾ ആൽഫബറ്റിക് ഓർഡറിൽ ഫസ്റ്റ് വെച്ചു. എന്നിട്ട് അവരെന്താക്കി അതിന് പെട്ടെന്ന് വേണ്ടിയിട്ടുള്ള സ്പെസിഫൈ ചെയ്തിട്ടുള്ള സോങ്സ് എടുത്തു. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള ടീം മെമ്പേഴ്സ് ഒരുപാട് കളിയാക്കിയിരുന്നു. ദേ തോട്ട് ദാറ്റ് ഇതൊരു ഡിഫിക്കൽട്ട് മെത്തേഡ് ആണെന്ന്. പക്ഷെ പെട്ടെന്ന് പരിപാടി കഴിച്ചത് ആരായിരുന്നു? ഈ ബൈജു ആയിരുന്നു. ഇതും എന്താണ് നെക്സ്റ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് ആൽഗോരിതം അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് ആണ്. ഇനി അടുത്തതാണ് ഹെൽപ്പിംഗ് പോലീസ് ഇൻ എ തെഫ്റ്റ് കേസ്. തൃശ്ശൂരിൽ ഒരു ജ്വല്ലറിയിൽ മോഷണം നടന്നപ്പോൾ CCTV ദൃശ്യങ്ങളും ഫോൺ രേഖകൾ പോലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റകൃത്യം എങ്ങനെ നടന്നിരുന്നു എന്ന് പ്രവചിക്കാനുണ്ടായിരുന്നു. അപ്പൊ പോലീസുകാർ എന്ത് ചെയ്തു വെച്ചാല് കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് യൂസ് ചെയ്തു. ഇതിൽ സാധ്യമായ പ്രതികളുടെ പട്ടിക ഒക്കെ നിർമ്മിച്ച് റെഡിയാക്കി വെച്ചു. അപ്പൊ എന്താ വെച്ചാല് ഉദ്യോഗസ്ഥർ പോലും ചിന്തിക്കാത്ത ഒരുപാട് സാധ്യതകൾ വരെ അവർക്ക് ലഭിച്ചു എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് മനസ്സിലായി എന്ത് കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് എന്താ പറയാ നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലെങ്കിലും നമ്മുടെ ഡെയിലി ലൈഫിൽ എന്താ പറയാ നമ്മൾ ഒരുപാട് കേസിൽ എന്താണ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ആക്ച്വലി ദിസ് ഓൾ ആർ ആൻ ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള കമ്പ്യൂട്ടർ സയൻസിന്റെ ഫീൽഡിൽ എങ്ങനെ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് എന്ന് വരുന്നു എന്നത് തന്നെയാണ്. സോ ദീസ് ഓൾ ആർ ആൻ ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടേഷണൽ തിങ്കിങ്. ബട്ട് ഐ തിങ്ക് ദാറ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ സെറ്റ് ആക്കാതെ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആക്കാതെ ഒരിക്കലും മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. സോ ഹിയർ ഐ ഹാഡ് taken a large video. I know that lots of people will be tired of my classes, but I think this is the best approach of learning a new concept or new paper. സോ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് ബൈ ഹാർട്ട് പഠിക്കുന്നില്ലല്ലോ. കാര്യം ഇത് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് എക്സാമിലും ആ ഒരു സമയത്ത് നമുക്ക് നല്ലൊരു സിംപ്ലസ്റ്റ് അപ്രോച്ച് നടത്താൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇതൊക്കെയാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യില്ല എന്ന് വിചാരിക്കുന്ന ഈ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് മനുഷ്യർ അറിയാതെ പോലും ഒരുപാട് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുകയും നമ്മുടെ ഒരുപാട് അപ്രോച്ചസ് നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് മാറുകയും ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് ഈ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് എന്ന് നമുക്ക് മനസ്സിലായി. ആൻഡ് ആൽഗോരിതത്തിനെ കുറിച്ച് പറഞ്ഞാല് ആൽഗോരിതം എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ ഇൻ നാച്ചർ ആൻഡ് ഗവേൺ ബൈ പ്രിസൈസ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അതായത് കൃത്യമായ നിയമങ്ങളാലും നടപടിക്രമങ്ങളാലും നിയന്ത്രിക്കപ്പെട്ടതുമാണ് ആര് ഈ ആൽഗോരിതം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം ഈ ക്ലാസ് ക്ലിയർ ആയെന്ന് തോന്നുന്നു. താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സുമായിട്ട് വീണ്ടും മീറ്റ് ചെയ്യാം കേട്ടോ.